ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഓവൽ ഓഫീസ് ഏറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നിർണായക ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് ആരോഗ്യ സംഘടനയ്ക്കെതിരെ ട്രംപ് ആക്രമണം അഴിച്ചുവിടുന്നത്. WHO വഴി അന്താരാഷ്ട്ര തലത്തിൽ സഹായം എത്തിക്കുന്നതിനും അതുപോലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ ധനസഹായം നൽകി വരുന്ന രാജ്യമാണ് US. ട്രംപിന്റെ ഏറ്റവും പുതിയ ഈ നിലപാടിലൂടെ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഈ ഒരു ധനസഹായമാണ് ഇല്ലാതെയാകുന്നത്. ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുന്നതിന് മുമ്പ് ലോകമെമ്പാടും വൈറസുകൾ പടരുന്ന ഈ ഒരു സമയത്ത് ഈ നീക്കം USനെ ഒറ്റപ്പെടുത്തുമെന്ന് നിരവധി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. പക്ഷേ ഒക്കെ ട്രംപ് കാറ്റിൽ പറത്തി. സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായാണ് ലോകാരോഗ്യ സംഘടന പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിലുണ്ടാകുന്ന ആരോഗ്യ ഭീഷണികളെ നേരിടുന്നതിൽ സംഘടന നിർണായക പങ്ക് വഹിക്കുന്നു. പകർച്ചവ്യാധികൾ, മാനുഷിക പ്രതിസന്ധികൾ, ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ ഇവയിലൊക്കെ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഈ നീക്കം എന്തായാലും ലോകാരോഗ്യ സംഘടനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായതു മുതൽ വാഷിംഗ്ടൺ ഏജൻസിയെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. ഇതൊരു വലിയ കാര്യമാണെന്ന് രേഖയിൽ ഒപ്പിടുന്നതിന് മുമ്പായി ട്രംപ് പറയുകയുമുണ്ടായി. USന്റെ പിന്മാറ്റത്തോടെ സംഘടനയുടെ ഫണ്ടിങ്ങിൽ നിർണായകമായ കുറവുണ്ടാകും. പ്രതിവർഷം ഏകദേശം $110 മില്യൺ അംഗത്വ കുടിശ്ശിക കൂടാതെ 2022ലും 2023ലും ചേർന്ന് $1.1 ബില്യൺ സംഭാവന ചെയ്ത ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ സന്നദ്ധ ദാതാവ് കൂടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ ബജറ്റിന്റെ 1/5 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് നൽകുന്നത്. അമേരിക്കൻ ഫണ്ടുകൾ നഷ്ടപ്പെടുന്നത് വേഗത്തിൽ പ്രതികരിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ കഴിവിനെ പരിമിതപ്പെടുത്തും. ഇനി 2024-2025 വർഷത്തെ WHO ബജറ്റിൽ USന്റെ സംഭാവന $662 മില്യൺ ആയിരുന്നു. അതായത് സംഘടനയുടെ മൊത്തം വരുമാനത്തിന്റെ 19% വരും ഇത്. ചുരുക്കം പറഞ്ഞാൽ US പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതോടെ ലോകാരോഗ്യ സംഘടന അനിശ്ചിതത്വത്തിലാകും. ആദ്യവട്ടം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കാലാവധി അവസാനിക്കാനിരിക്കെ ട്രംപ് ലോകാരോഗ്യ സംഘടനയ്ക്കെതിരെ നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ആദ്യ ദിവസങ്ങളിൽ ചൈനീസ് സർക്കാരിന് അമിതമായ സമയം നൽകിയെന്നും രോഗം നിയന്ത്രിക്കാൻ വേണ്ടത്ര വേഗത്തിൽ നടപടി സ്വീകരിച്ചില്ലെന്നും കാട്ടി സംഘടനയിൽ നിന്ന് പിന്മാറാൻ ട്രംപ് ശ്രമം നടത്തി. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഡെമോക്രാറ്റിക് അംഗങ്ങളും ട്രംപിന്റെ ഈ നീക്കത്തെ വ്യാപകമായി വിമർശിക്കുകയുമുണ്ടായി. എന്നാൽ 2021 ജനുവരിയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ജോ ബൈഡൻ ട്രംപിന്റെ ശ്രമം റദ്ദാക്കുകയായിരുന്നു. 1948 സംഘടനയിൽ അംഗമായപ്പോൾ അംഗത്വം പിൻവലിക്കുന്നതിന് 1 വർഷത്തെ നോട്ടീസ് പീരീഡും സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും അടച്ചു തീർക്കണമെന്നും US തീരുമാനമെടുത്തിരുന്നു. 2020 കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം US കോൺഗ്രസിന്റെ അംഗീകാരം ഇല്ലാതെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു കടക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന് വ്യക്തമല്ല. എങ്കിലും റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസ് ട്രംപിന്റെ ഈ നീക്കത്തെ തടയാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോകമെമ്പാടും വസൂരി നിർമ്മാർജ്ജനത്തിൽ നിർണായക പങ്കുവഹിച്ചത് ലോകാരോഗ്യ സംഘടനയാണ്. HIV, പോളിയോ തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ പോരാടുന്ന സംഘടനയ്ക്ക് USന്റെ പിന്മാറ്റം കനത്ത പ്രഹരമായിരിക്കും. കോളറ, ഡെങ്കിപ്പനി, എംപോക്സ്, മാർബർഗ് വൈറസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ നിലവിൽ സംഘടനയുടെ നേതൃത്വത്തിൽ പോരാട്ടം നടക്കുകയാണ്.